ഏയ് ഗൈസ് വൈകുന്നേരമായപ്പോൾ ഉമ്മ പറഞ്ഞ് ചായക്കടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കാം. അപ്പോൾ അടുക്കള തപ്പിയപ്പോൾ ഒരു ശർക്കര കണ്ടും കുറച്ച് പൊരിയവലും ഒരു തേങ്ങാമുറിയും കിട്ടി. അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ അവല് കഴിച്ച് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ സിമ്മിന് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാണ്. കാക്കൂൻ്റെ കൂടെ റേഞ്ച് ഇല്ലാഞ്ഞിട്ട് എയർടെലിന് റേഞ്ച് ഇല്ലാഞ്ഞിട്ട് ജിയോ ആക്കിയതാണ്. അപ്പോൾ എൻ്റെ കൂടെ പോയപ്പോൾ എനിക്ക് ജിയോക്ക് റേഞ്ചും ഇല്ലാതെ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഏതായാലും കാക്കൂൻ്റെ പെരയിലെത്തിയപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടാ. ചായ തളിച്ചപ്പോൾ വേഗം പൊടിയിട്ട്, പക്ഷെ പൊടി കുറച്ച് ഏറിയെന്ന്. അതിനിപ്പോൾ ഏതായാലും സാരമില്ല, ഇനി കുറച്ച് പാൽ ചായ ഉണ്ടാക്കി കുടിക്കാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് പാൽ ചായ പറ്റൂല, എനിക്ക് മാത്രം പാൽ ചായ പറ്റുള്ളൂ, ഉമ്മാക്കും ഉപ്പാക്കും പറ്റൂല. ചായ ഉണ്ടാക്കിയതും ഏറി. അങ്ങനെ ആകപ്പാടൊരു കഥ. ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ചായ ഇനി തൂക്കേണ്ടി വരുമെന്ന്. അതേതായാലും മെയിൻ ചെയ്യേണ്ട നമുക്ക് കുറച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും ഇവിടെ റോബസ്റ്റ് പഴമേ ഉള്ളൂ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ അതായിട്ട് അഡ്ജസ്റ്റ് ആക്കുക. ഇപ്പോൾ താത്താൻ്റെ കുട്ടിക്ക് കൊടുന്ന് വെച്ചതാണ്, താത്താൻ്റെ കുട്ടി പോവുകയും ചെയ്തു. അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധനവും ഇല്ല. തൽക്കാലം കടലമുട്ടായി പൊട്ടിച്ചിടാം. അവിൽ മിൽക്ക് കുടിക്കാനുള്ള പൂതി കൊണ്ടാണ് ഈ കട്ടപ്പാലൊക്കെ വെച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ തൽക്കാലം അത് ചായ കുടിച്ച് അതിൻ്റെ സങ്കടം തീർക്കുക. എൻ്റെ മൈലാഞ്ചി എങ്ങനെയുണ്ട്? അങ്ങനെ രാത്രി ഏതായാലും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഉച്ചക്ക് കൂട്ടാനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉച്ചക്കത്തെ സങ്കടം രാത്രി അങ്ങോട്ട് തീർക്കാൻ വിചാരിച്ചു. അങ്ങനെ എന്നെക്കൊണ്ട് അറിയണ പോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി. പക്ഷേ പച്ചമുളകില്ലായിരുന്നു, ചപ്പില്ലായിരുന്നു, അതൊന്നും ഇല്ലാതൊരു തട്ടിക്കൂട്ട് ബിരിയാണി അങ്ങനെ പറയാം. അങ്ങനെ ഏതായാലും ദമ്മ് ഇടാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ, ഉമ്മ, ഞങ്ങൾ 3 പേരടങ്ങുന്ന കുടുംബത്തിന് ഇത്ര ചോറ് മതിയല്ലോ. അപ്പോൾ തൽക്കാലം കുക്കറിൽ ദമ്മിടാൻ വിചാരിച്ചു. കുക്കറിൽ ദമ്മിട്ടു. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. അപ്പം ഇത്രേ ഉള്ളൂ.